നമസ്കാരം. പ്രണയത്തിനും സ്വപ്നങ്ങൾക്കും അതിരുകളില്ലല്ലോ. സ്വപ്നങ്ങൾ ഉറക്കത്തിൽ മാത്രം സംഭവിക്കുന്നതല്ല, ജീവിതത്തിലേക്ക് വഴി കാട്ടാനാണ് അവ വരുന്നത്. ജിമ്മിയെയും സിൽവിയെയും കുറിച്ചുള്ള ഹൃദയസ്പർശിയായ മുഹൂർത്തങ്ങളുമായി നാം എടുക്കുന്ന പ്രണയം എന്ന നോവലിൻ്റെ 51-ാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ. സിൽവിയും ജിമ്മിയും കൈകൾ കോർത്ത് പിടിച്ച് നടക്കുകയാണ്. നല്ല കോടമഞ്ഞുള്ള ഒരു പ്രഭാതത്തിലാണ്. തണുപ്പുകൊണ്ട് ചെറുതായി ശരീരം വിറയ്ക്കുന്നുണ്ട്. സ്ഥലമേതെന്ന് കൃത്യമായി അങ്ങോട്ട് പിടികിട്ടുന്നില്ല. ഏതായാലും തനിക്ക് പരിചയമുള്ള സ്ഥലമല്ല. എന്നാൽ ജിമ്മിക്ക് നല്ല പരിചയമുണ്ട് താനും. അതുകൊണ്ടാണല്ലോ ആരോടും വഴിയെപ്പറ്റി ഒരു സംശയം ചോദിക്കുക പോലും ചെയ്യാതെ നടക്കുന്നത്. കൃത്യമായി വഴിയറിയാവുന്നതുപോലെയാണ് നടപ്പ്. തനിക്ക് പിന്നെ ഒന്നും അറിയില്ല. ആ കൂടെ നടക്കുകയേ വേണ്ടൂ. രണ്ടുപേരും നടന്ന് നിറയെ പൂക്കളുള്ള ഒരു പൂന്തോട്ടത്തിൻ്റെ മുൻപിലെത്തി. അവിടെ കുറച്ചു സമയം നിന്നു. നല്ല രസമുള്ള സ്ഥലം. കാണാനും ഒരുമിച്ച് നടക്കാനുമെല്ലാം സന്തോഷം തോന്നുന്ന സാഹചര്യം. സ്നേഹിക്കുന്നവൻ കൂടെയുള്ളതിൻ്റെ സന്തോഷം അതിലും ഏറെ. അവിടെ കുറച്ചു നേരം നിന്നു. അതിനുശേഷം അവിടെ നിന്നും കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ വെള്ളത്താമര വിടർന്നു നിൽക്കുന്ന ഒരു കുളം കാണാം. അതിൽ നിന്നും മീനുകൾ മുകളിലേക്ക് ഉയർന്നു ചാടുന്നു. ഇതുവരെയും അങ്ങനെ ഒരു കാഴ്ച കണ്ടിട്ടില്ല. വെള്ളത്തിലൂടെ നീന്തിപ്പോകുന്ന പലതരം മീനുകളെയും കണ്ടിട്ടുണ്ട്. എങ്കിലും ആകാശത്തിലേക്ക് ഉയർന്നു ചാടി രസിക്കുന്ന മീനുകളെ കണ്ടിട്ടില്ല. രസിക്കാൻ വേണ്ടിയാണോ, ഇണയെ പ്രീതിപ്പെടുത്തിയാൻ വേണ്ടിയാണോ, അതോ ഇര പിടിക്കാൻ വേണ്ടിയാണോ അവയുടെ ചാട്ടം എന്നറിയില്ല. ജിമ്മിയോട് തന്നെ അവൾ ചോദിച്ചു. ഇര പിടിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചാടുന്നത് എന്നും നരയൻ എന്നാണ് ആ മീനിൻ്റെ പേരെന്നും ജിമ്മി സിൽവിക്ക് പറഞ്ഞു കൊടുത്തു. അവിടെ കുറേ നേരം നോക്കി നിൽക്കാൻ സിൽവിക്ക് തോന്നി. എത്ര കണ്ടിട്ടും മതിവരാത്ത തടാകം. അവിടെ നിന്നും പോരാൻ തോന്നിയിട്ട് പോരാൻ കഴിയില്ല. എങ്ങനെ അവിടെ നിന്നും പോരാൻ തോന്നും? തടാകത്തിൻ്റെ കരയിൽ ചെറുമീനുകളെ പിടിക്കാൻ തങ്ങളുടെ നീളൻ ചുണ്ടുകളുമായി കാത്തു നിൽക്കുന്ന കൊറ്റികൾ. അതും മനോഹരമായ കാഴ്ചയാണ്. പിന്നെ തടാകത്തിൽ കൂടെ നീന്തുന്ന കാട്ടുതാറാവുകൾ. മറ്റ് അധിക സ്ഥലങ്ങളിലൊന്നും കാണാൻ കഴിയാത്തതാണ്. ഒരു ജോഡിയാണെന്ന് തോന്നുന്നത് പോലെ 2 കാട്ടുതാറാവുകൾ അടുത്തടുത്ത് ചേർന്ന് നീന്തുന്നു. അത് കണ്ടപ്പോൾ താനും ജിമ്മിയുമാണ് അത് എന്ന് തോന്നിപ്പോയി. ചിറകുകൾ പരസ്പരം കൂട്ടിമുട്ടുന്നതുപോലെ അടുത്താണ് അവർ തുഴഞ്ഞു പോകുന്നത്. അവ തുഴഞ്ഞു നീങ്ങുമ്പോൾ വെള്ളം അനങ്ങുന്നത് പോലുമില്ല. കുറേയേറെ നേരം തടാകക്കരയിൽ നിന്നതിന് ശേഷം മടങ്ങിപ്പോകാൻ അവൾ സമ്മതിച്ചു. ഉടനെ അവർ നടപ്പ് തുടങ്ങി. കൈകോർത്ത് പിടിച്ച് തന്നെയാണ് രണ്ടുപേരും നടക്കുന്നത്. ധാരാളം പൂക്കളുള്ള ഒരു മരത്തിൻ്റെ ചുവട്ടിൽ അവർ എത്തി നിന്നു. പൂക്കൾ കൊഴിഞ്ഞു വീണ് തറയിലൊരു പൂമെത്ത തന്നെ രൂപപ്പെട്ടിരിക്കുന്നു. അവർ രണ്ടുപേരും അവിടെ ഇരുന്നു. അവരോടുള്ള താല്പര്യം കൊണ്ടാണോ എന്തോ മന്ദമാരുതനിൽ അടർന്ന 3-4 പുഷ്പങ്ങൾ അവരുടെ ദേഹത്തേക്ക് തന്നെ വീണു. അവരത് എടുത്ത് മണപ്പിച്ചു നോക്കിയപ്പോൾ നല്ല സുഗന്ധം. ഇതിൽ നിന്നും ഒരു കുല പൂ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. കുറേ സമയം നമുക്ക് സുഗന്ധം ആസ്വദിക്കാമായിരുന്നില്ലേ? ഒരു കുല പൂ പറിച്ചാലോ ജിമ്മിച്ച?
ഇവിടെ നിന്നും പൂക്കൾ പറിക്കാൻ പാടില്ലായിരിക്കും. പൊതുവായി എല്ലാവരും വരുന്ന സ്ഥലമല്ലേ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലെ പൂക്കൾ പറിക്കാൻ പാടില്ല. എല്ലാവർക്കും കാണാൻ വേണ്ടിയല്ലേ ഈ മനോഹര പുഷ്പങ്ങൾ. നമ്മളത് പറിച്ച് സ്വന്തമാക്കുന്നത് ശരിയാണോ? ശരിയല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് എനിക്കൊരു മടി. അല്ലെങ്കിൽ പിന്നെ ഒരു കൊല പൂ പറിക്കുന്നതിന് എന്താ കുഴപ്പം? എൻ്റെ സാറേ, മരത്തേൽ കയറാൻ പേടിയാണെങ്കിൽ അത് പറഞ്ഞാൽ മതിയല്ലോ. ഞാൻ വേണമെങ്കിൽ കയറി പറിച്ചോളാം. പടവിലെ പെണ്ണിന് മരം കയറാനും പേടിയൊന്നുമില്ല. ഒരു കുല പൂ പറിച്ചാലും അവർ അറസ്റ്റ് ചെയ്യുകയൊന്നുമില്ല. നഷ്ടപരിഹാരമായി എന്തെങ്കിലും കൊടുക്കേണ്ടി വന്നാലും നമുക്ക് കൊടുക്കാം. ചുമ്മാതെ അല്ലല്ലോ, ഞാൻ ആശിച്ചു പോയിട്ടല്ലേ. അപ്പോൾ പിന്നെ നഷ്ടം നമ്മൾ നോക്കണ്ട. അർഹതയില്ലാത്തത് ആശിക്കാൻ പാടില്ലായിരുന്നു. എന്നാലും സാരമില്ല, എൻ്റെ സിൽവിക്കല്ലേ, ഞാൻ കയറി പറിച്ചു തരാം കേട്ടോ. താഴത്തെ കൊമ്പിൽ നിന്ന് തന്നെ ഒരു കുലയുണ്ടല്ലോ, അതുപോരെ? മതി, ധാരാളം മതി. അവിടെ വരെ കയറിയാൽ മതി. അതിൽ കൂടുതൽ കയറരുത്. കൂടുതൽ പൊക്കത്തിലേക്ക് പോകുന്നത് നല്ലതല്ല. എനിക്ക് പേടിയും. പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറയുമെങ്കിലും പേടിയുണ്ട് കേട്ടോ. ഓ ശരി, സാറ് പറഞ്ഞത് അപ്പടി ഞാൻ അനുസരിച്ചു കൊള്ളാം. എവിടെ വരെ കയറണം എന്ന് പറയുന്ന അത്രയും മാത്രമേ ഞാൻ കയറുകയുള്ളൂ, കേട്ടല്ലോ. അവളെ ഒന്ന് ആക്കി പറഞ്ഞിട്ട് ജിമ്മി മരത്തിൻ്റെ മുകളിലേക്ക് വലിഞ്ഞു കയറി. മരത്തിൻ്റെ കവരയിലെത്തി നിന്നിട്ട് ഒരു കൈ ഒരു കമ്പിൽ പിടിച്ച് എത്തി വലിഞ്ഞ് പൂക്കുല പറിക്കുകയായിരുന്നു. പൂങ്കുല കയ്യിൽ കിട്ടിയതും പിടിച്ചിരുന്ന കമ്പ് ഒടിഞ്ഞതും ഒരേ സമയമായിരുന്നു. ജിമ്മി ഒന്ന് ബാലൻസ് ചെയ്ത് നിൽക്കാൻ നോക്കിയെങ്കിലും കഴിഞ്ഞില്ല. അയാൾ താഴേക്ക് വീണു. സിൽവിയുടെ ഉള്ളൊന്ന് കാളി. അയ്യോ എൻ്റെ ദൈവമേ, എന്തെങ്കിലും പറ്റിയോ? സിൽവിയുടെ ഉച്ചത്തിലുള്ള നിലവിളി കേട്ടാണ് സാറാമ്മ ചേട്ടത്തിയും അപ്പച്ചൻ ചേട്ടനും കൂടി ഓടി വന്നത്. അവർക്കൊന്നും പിടികിട്ടിയില്ല. വന്നപ്പോൾ അവൾ നല്ല ഉറക്കം. കരഞ്ഞത് അവൾ തന്നെയല്ലേ എന്നൊന്ന് സംശയിച്ചു. എന്നതാ കാര്യം എന്നറിയാതിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവളെ കുലുക്കി വിളിച്ച് ചോദിക്കേണ്ടി വന്നു. എന്നാടി പെണ്ണെ, ആർക്ക് എന്നാ പറ്റിയ കാര്യമാണ് നീ ചോദിക്കുന്നത്? വലിയ കാര്യമായിട്ടെന്തോ ചോദിക്കുന്നത് കേട്ടല്ലോ. ചാച്ചനെയും അമ്മച്ചിയെയും കണ്ടപ്പോഴാണ് സിൽവിക്ക് സ്വബോധം വന്നത്. താൻ എന്തോ സ്വപ്നം കണ്ടതായി ഭാഗികമായി ഓർക്കുന്നുണ്ട്. അതിലെ സംഭവങ്ങളൊന്നും മുഴുവനായി ഓർക്കുന്നില്ല. ഏതായാലും ഇപ്പോൾ താൻ കിടക്കയിൽ തന്നെയാണല്ലോ. അതുകൊണ്ട് കണ്ടത് സ്വപ്നമായിരിക്കും തീർച്ച. സ്വപ്നം കണ്ടതാണെന്ന് പറഞ്ഞു പോയാൽ വിശദമായി പറയേണ്ടി വരും. അത് ചമ്മലാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അവരുടെ മുൻപിലാണെങ്കിലും ചമ്മുന്നത് സിൽവിക്കിപ്പോൾ തീരെ ഇഷ്ടമല്ല. ഇവരുടെ മുൻപിൽ ചമ്മിയാൽ ശരിയാവില്ല. എന്നതാ അമ്മച്ചി, എന്താ ചോദിച്ചേ? എനിക്ക് മനസ്സിലായില്ലല്ലോ. ഞാൻ നല്ല ഉറക്കമായിരുന്നു. എന്തിനാ രണ്ടുപേരും കൂടി ഓടിപ്പിടഞ്ഞു വന്നത്? നിങ്ങൾ ഉറങ്ങിയില്ലേ? ഉരുളല്ലേ പെണ്ണേ, കാര്യം പറ. നീ വല്ല സ്വപ്നവും കണ്ട് പേടിച്ചു പോയോ? അങ്ങനെയാണെങ്കിൽ സാരമില്ല. ദൈവത്തെ മനസ്സിൽ വിചാരിച്ച് കിടന്നുറങ്ങിക്കൂ. കെട്ടാൻ പോകുന്ന ചെറുക്കനെ സ്വപ്നം കണ്ട് കിടന്നതായിരിക്കുമിടി സാറാമ്മേ. രണ്ടും കൂടി എവിടെയെങ്കിലും ചുറ്റി നടന്നേച്ച് വല്ല പാറപ്പുറത്തു നിന്നും താഴെ വീഴുന്നതോ മറ്റോ സ്വപ്നം കണ്ടു കാണും. അതാ ഉച്ചത്തിൽ കരഞ്ഞത്. നമ്മളെ കണ്ടപ്പോൾ ചമ്മാതിരിക്കാനാണ് ഉരുണ്ടുകളിയൊക്കെ. നമ്മൾ ഇവളെ കാണാൻ തുടങ്ങിയിട്ട് നാളെ എത്രയായതാ? എന്നാലും നമുക്കങ്ങ് സമ്മതിച്ചു കൊടുത്തേക്കാം. ഈ ചാച്ചൻ ആള് ഭയങ്കരനാണല്ലോ. ഞാൻ സ്വപ്നത്തിൽ കണ്ട കാര്യവും സംഭവിച്ച കാര്യവും ചെറിയ വ്യത്യാസത്തോടെയാണെങ്കിലും പറഞ്ഞില്ലേ?
അവരും നമ്മുടെയൊക്കെ പ്രായം കടന്നു വന്നതല്ലേ. ഇതുപോലുള്ള അനുഭവങ്ങളിലൂടെയും അനുഭൂതികളിലൂടെയും ഒക്കെ അവരും കടന്നുപോയി കാണില്ലേ. അല്ല, ചാച്ചനും ചെറുപ്പത്തിൽ ഇങ്ങനെയൊക്കെ സ്വപ്നം കണ്ട് കാണുമായിരിക്കും. അതാ കൃത്യമായി എന്നെപ്പറ്റി പറയുന്നത്. എന്നാലും അപ്പോൾ ചാച്ചൻ്റെ കൂടെ ആരായിരിക്കും കൈപിടിച്ച് നടന്നിട്ടുണ്ടാവുക? ചോദിച്ചാൽ അടി ഉറപ്പാണ്. എന്നതൊക്കെ പറഞ്ഞാലും ചമ്മലായിപ്പോയി. ഇനി രാവിലെ അവരെ കാണുമ്പോഴും ചെറിയൊരു ചമ്മൽ ബാക്കി കാണും. സാരമില്ല, അവരുടെ മുമ്പിലല്ലേ. അതുകൊണ്ട് ഇനി ഉറങ്ങാൻ നോക്കാം. സിൽവി രാവിലെ തന്നെ ജാസ്മിനെ ഒന്ന് വിളിച്ചു. അവളെ വിളിച്ചിട്ട് കുറേ നാളായിരുന്നു. അതുകൊണ്ട് അത്രയും കാലത്തെ കുറേ കാര്യങ്ങൾ അവളോട് പറയാനും ഉണ്ടായിരുന്നു. ജോലി കിട്ടിയ കാര്യവും കല്യാണത്തിന് ചാച്ചനും അമ്മയും സമ്മതിച്ചതും മിക്കവാറും ഉടനെ തന്നെ കല്യാണമുണ്ടായിരിക്കുമെന്നതും അവളോട് പറഞ്ഞു. നിന്റെ പഴയ വില്ലേജ് ഓഫീസ് തന്നെയാണോടി കക്ഷി? നീ അത് ഇതുവരെ വിട്ടുപിടിച്ചില്ല അല്ലേ? ഞാൻ വിചാരിച്ചു നീ വേറെ ഏതെങ്കിലുമൊക്കെ ലൈനായിട്ടുണ്ടാവുമെന്ന്. ഞാനൊരു കാര്യം തീരുമാനിച്ചത് ആ കാര്യത്തിൽ അവസാനം വരെ പോകാനാണ്, അല്ലാതെ വെറുതെ തല കാണിച്ചിട്ട് വലിക്കാനല്ല. അതുകൊണ്ട് ഈ കാര്യത്തിൽ തീരുമാനമാകും വരെ കാത്തുനിന്നു. ഇന്നലെ ചാച്ചനും അമ്മയും ഇക്കാര്യം പറഞ്ഞു തീരുമാനമാക്കി. അതുകൊണ്ട് ഇനി തീയതിയുടെ പ്രശ്നം മാത്രം മതി. ഏതായാലും നീ ഒരു ഭാഗ്യവതിയാണടി പെണ്ണെ. നിന്റെ ജിമ്മി സാറിനെ ഞാൻ കണ്ടിട്ടുണ്ട്. സുന്ദരനും കഴിവുള്ളവനുമാണ്. അതുകൊണ്ട് നിനക്കൊരു കുറവും വരില്ല. പിന്നെ സാറിൻ്റെ അമ്മയും നല്ല സ്നേഹമുള്ള ആളാണെന്നാണല്ലോ നീ പറഞ്ഞത്. അതുകൊണ്ട് അവിടെയും നിനക്ക് വിഷമമൊന്നും വരില്ല. നിന്റെ നല്ല മനസ്സിന് നല്ല പ്രതിഫലം ദൈവം തരും. ഈ വരുന്ന 13-ാം തീയതി സാറിൻ്റെ വീട് വെഞ്ചിരിപ്പാണ്. വിളിക്കാൻ ഇന്നലെ വന്ന വഴിയാണ് കാര്യങ്ങളെല്ലാം തീരുമാനിച്ചത്. ഞാൻ വിളിച്ചാൽ പോരല്ലോ നിന്നെ. ഇപ്പോഴേ നീ വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ. കാര്യം പറഞ്ഞാൽ നിന്റെ വീട് തന്നെയാണെന്ന് പറഞ്ഞാൽ പോലും സ്വന്തം ആയിട്ടില്ലല്ലോ. നീ നിന്റെ സിബിക്കാര്യമെല്ലാം വിട്ട് പുതിയ ലൈൻ വല്ലതും വലിച്ചോ? അതോ ആരും പോസ്റ്റിട്ട് തരുന്നില്ലേ? ഏതെങ്കിലും ഒന്ന് വെറുതെ നോക്കടി. ഇങ്ങനെ ചുമ്മാ നിന്നിട്ട് എന്താ കാര്യം? 1-2 പേര് ട്യൂൺ ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. ഞാൻ അവന്മാരെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരിൽ ആരെങ്കിലും ഒരുത്തനെ അംഗീകരിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരുത്തന് നല്ല ജോലിയൊക്കെ ഉള്ളതാണ്. ആ വശത്തേക്കാണ് ഞാൻ കൂടുതൽ ചായുന്നത്. അവനാണെങ്കിലും പെട്ടെന്നങ്ങോട്ട് കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷേ എന്നാലും തീർത്തും അങ്ങ് വീണിട്ടില്ല. അപ്പോഴേക്കും സാറാമ്മ ചേട്ടത്തി സിൽവിയെ ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് അങ്ങോട്ട് വന്നു. എന്തോ അത്യാവശ്യ കാര്യത്തിനാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ജാസ്മിനോട് വിവരം പറഞ്ഞു വച്ചിട്ട് അവൾ ഫോൺ കട്ടാക്കി. എന്തിനാണാവോ സാറാമ്മ ഇത്ര കാര്യമായി അവളെ വിളിക്കുന്നത്? വെറുതെ വല്ല അടുക്കളപ്പണിയും എടുപ്പിക്കാൻ വേണ്ടിയാണോ? അതോ എന്തെങ്കിലും അത്യാവശ്യ കാര്യത്തിനായിരിക്കുമോ? നോവലിൻ്റെ 51-ാം ഭാഗം ഇവിടെ കൊണ്ട് അവസാനിക്കുന്നു. സിൽവിയുടെ സ്വപ്നത്തിന് എന്തെങ്കിലും അർത്ഥമുണ്ടാകുമോ? സാറാമ്മത്തേടത്തി വിളിച്ച് അത്യാവശ്യക്കാര്യം എന്തായിരിക്കും? ജിമ്മിയുടെയും സിൽവിയുടെയും ജീവിതത്തിൽ ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്? അറിയാൻ നമുക്ക് അടുത്ത ഭാഗം വരെ കാത്തിരിക്കാം. കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. മറ്റന്നാൾ ഇതേ സമയം അടുത്ത ഭാഗവുമായി കാണാം.